ഒരു കാരണവശാലും ഡീസൽ വാഹനം ഒരു പരിധിയിൽ കൂടുതൽ റേസ് ചെയ്യാൻ പാടില്ല. അതായത് കൂടുതൽ ആക്സിലറേഷൻ കൊടുക്കാൻ പാടില്ല. ഇപ്പോഴും ഒരുപാട് പേര് വിളിച്ച് ചോദിക്കുന്നൊരു കേസാണ്, രാകേഷ് ഞാൻ പൊല്യൂഷൻ നോക്കാൻ വേണ്ടി പോയ സമയത്ത് വാഹനം പെട്ടെന്ന് റേസായി എൻജിൻ ഓഫ് ചെയ്യാൻ നോക്കിയിട്ട് നടക്കുന്നില്ല, പിന്നെയും തന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഓഫായിപ്പോയി, ഇഞ്ചക്ടറിന് കംപ്ലയിൻറ്റ് വന്നു എന്നൊക്കെ പറഞ്ഞ് കുറേ പേര് വിളിച്ച് പറയാറുള്ളൊരു കേസാണ്. ഹായ് നമസ്കാരം, ഞാൻ രാകേഷ് എം ജി ടിപ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. ഈ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പലപ്പോഴും കേട്ടിട്ടുണ്ടായിരിക്കും, അല്ലെങ്കിൽ നമ്മൾ കുറച്ച് പേരെങ്കിലും എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള ആൾക്കാർ കാണും ഇതിനകത്ത്. എനിക്കും ഇത് പേഴ്സണലായിട്ട് എക്സ്പീരിയൻസ് ഉണ്ടായിട്ട് എനിക്ക് തോന്നുന്നു വർക്ക്ഷോപ്പിൽ തന്നെ ഒരുപാട് വാഹനങ്ങൾ ഈ സെയിം കംപ്ലയിൻ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. എന്താണ് സംഭവം എന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് വ്യക്തമാക്കി തരാം. അതായത് സംഭവം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ വാഹനം ഓവറായിട്ട് ആക്സിലറേറ്റർ കൊടുക്കുന്ന സമയത്ത്, അതായത് ഡീസൽ വാഹനത്തിന് ഏറ്റവും വലിയൊരു കുഴപ്പം നമുക്കറിയാം, കംപ്രഷൻ റേഷ്യോ കൂടുതലാണ്. അതായത് നമ്മുടെ സാധാരണ പെട്രോൾ വാഹനം പോലെയല്ല, ഡീസൽ വാഹനത്തിന് കംപ്രഷൻ റേഷ്യോ കൂടുതലാണ്. എങ്ങനെയാണ് ഫ്യൂവൽ ബേൺ ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഫ്യൂവൽ ബേൺ ചെയ്യുന്നത് കംപ്രസ് ചെയ്താണ് ബേൺ ചെയ്യുന്നത്. അതായത് സ്പാർക്ക് പ്ലഗ് പോലത്തെ സ്പാർക്ക് കൊടുത്ത് പെട്രോൾ വാഹനങ്ങളിൽ ബേൺ ചെയ്യുന്ന പോലെ അല്ല ഡീസൽ വാഹനത്തിൽ ബേണിങ് നടക്കുന്നത്. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് പേരെങ്കിലും ചോദിക്കുമായിരിക്കും, ഞാൻ എൻ്റെ വാഹനം ഒരുപാട് RPM കയറ്റി നോക്കിയല്ലോ, ഡീസൽ വാഹനം കുഴപ്പമൊന്നുമില്ലല്ലോ, നിങ്ങളുടെ ഭാഗ്യം കൊണ്ട് കുഴപ്പമൊന്നും വന്നില്ല. പക്ഷേ ശരിക്കും അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ, അതായത് നമുക്കറിയാവുന്ന പോലെ ഇതൊരു ഡീസൽ വാഹനമാണ്, ഏകദേശം 6000 RPM ആണ്. ഡീസൽ വാഹനത്തിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ടോർക്ക് കൂടുതലാണ് ഈ വാഹനങ്ങൾക്കൊക്കെ, അതുകൊണ്ടാണ് RPM 6 വരെ വന്നിരിക്കുന്നത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒരു 2000-2500 RPM വരെ നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ആ രീതിക്കൊന്ന് റേസ് ചെയ്താലും കുഴപ്പമില്ല. 3000+, അതായത് 3000-ന് മുകളിലോട്ട് പോയി കഴിഞ്ഞാൽ വരുന്ന കുഴപ്പം എന്താണെന്ന് പറഞ്ഞാൽ, ഡീസൽ കട്ടായാൽ പോലും ഇതിനകത്ത് ഓയിലിൻ്റെ പ്രസൻസ്, അതായത് നമ്മുടെ എൻജിൻ ഓയിൽ ചെറിയ രീതിക്കെങ്കിലും നമ്മുടെ സിലിണ്ടറിനകത്ത് കയറുന്നുണ്ട്. ഈ ഓയിൽ കുറച്ച് കൂടുതൽ ഏതെങ്കിലും രീതിക്ക് RPM കയറിക്കഴിഞ്ഞാൽ ഓയിലിൻ്റെ പ്രസൻസ് നമ്മുടെ ഇൻടേക്ക് മാനിഫോൾഡ് വഴി അല്ലെങ്കിൽ നമ്മുടെ സിലിണ്ടറിലോട്ട് എത്തിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, അത് എത്താൻ ഒരുപാട് കാരണങ്ങളുണ്ട്. ഇൻ്റർകൂളറൊക്കെ തന്നെയാണ് ഒരു പ്രധാന കാര്യം. ടെർബോയ്ക്കകത്ത് എന്തെങ്കിലും ചെറിയ ഓയിൽ ലീക്കോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഈ ഓയിൽ ലീക്ക് നേരെ ഇൻ്റർകൂളർ വഴി നേരെ ഇൻടേക്ക് മാനിഫോൾഡിലോട്ട് പോകും. അങ്ങനെ ഈ ഓയിൽ നമ്മുടെ വാഹനത്തിൻ്റെ എൻജിനകത്തോട്ട് വന്നാൽ, അതായത് സിലിണ്ടറിനകത്തോട്ട് വന്നു കഴിഞ്ഞാൽ, കത്തുന്ന സിലിണ്ടറിനകത്തോട്ട് വന്നു കഴിഞ്ഞാൽ ഓയിൽ കത്താൻ തുടങ്ങും. ഓയിൽ കത്താൻ തുടങ്ങിയാൽ വരുന്നൊരു കുഴപ്പം എന്താണെന്ന് പറഞ്ഞാൽ, വാഹനം ഓഫ് ചെയ്യുന്ന സമയത്ത്, അതായത് നമ്മൾ താക്കോൽ തിരിച്ച് ഓഫ് ചെയ്യുമല്ലോ, അങ്ങനെ താക്കോൽ ഓഫ് ചെയ്യുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്, ഡീസലിനെ കട്ട് ചെയ്യും. ഡീസലിനെ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ വാഹനം നിന്ന് പോകും. പക്ഷേ ഡീസലിനെ കട്ട് ചെയ്തില്ലെങ്കിലോ, ഡീസലിനെ കട്ട് ചെയ്തു, ഡീസലില്ല, പക്ഷേ ഓയിൽ കത്താൻ തുടങ്ങി. ഈ ഓയിൽ എവിടെ നിന്ന് കിട്ടി? ഓയിൽ ശരിക്കും നമ്മുടെ എഞ്ചിനകത്തുള്ള ഓയിൽ കത്താൻ തുടങ്ങി. എഞ്ചിൻ ഓയിൽ കത്താൻ തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ വാഹനം നിൽക്കില്ല. ഓയിൽ കിട്ടിക്കൊണ്ടിരിക്കും, കത്തിക്കൊണ്ടിരിക്കും. അത് കത്തി ശരിക്കും പറഞ്ഞാൽ എഞ്ചിൻ, നമ്മുടെ സിലിണ്ടേഴ്സ്, ഇഞ്ചക്ടേഴ്സ്, ഈ കാര്യങ്ങളൊക്കെ മെൽറ്റായി പോകാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. അങ്ങനെ സംഭവിച്ച, അല്ലെങ്കിൽ അങ്ങനെ എൻജിൻ പണിയിലോട്ട് എത്തിയ ഒരുപാട് വാഹനങ്ങളുണ്ട്. ശരിക്കും അങ്ങനെ ഒരു സ്റ്റേജിലോട്ട് എത്തുന്നതിൻ്റെ പ്രധാന കാര്യം ഞാൻ ഈ പറഞ്ഞാൽ ഓവറായിട്ട് ആക്സിലറേഷൻ കൊടുക്കുന്ന സമയം തന്നെയാണ്. അപ്പം ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായി, അതായത് നിങ്ങളുടെ വാഹനം ഓവറായിട്ട് റേസ് ചെയ്ത് വാഹനം ഓഫ് ചെയ്തിട്ട് ഓഫ് ആയില്ലെങ്കിൽ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചാൽ, അന്നേരം തന്നെ ക്ലച്ച് ചവിട്ടി ഫസ്റ്റ് ഗിയറിലിട്ട് ക്ലച്ചെന്ന് കാലെടുത്തോണം, വാഹനം ഇടിച്ചാണെങ്കിലും നിന്ന് പൊക്കോളും. ബ്രേക്കും കൂടെ ചവിട്ടിക്കണം, ബ്രേക്ക് ഔട്ടാതിരിക്കില്ല. ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ വാഹനത്തിൻ്റെ എൻജിൻ ഓഫ് ആകുന്നതായിരിക്കും. ഇത് വേറെ ഒന്നും കൂടുതൽ ചിന്തിക്കരുത്, ഈ പറഞ്ഞ കാര്യം തന്നെ അങ്ങ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു പ്രശ്നവും ഉണ്ടാകുന്നതായിരിക്കത്തില്ല. അപ്പം ഞാൻ എപ്പോഴും സജസ്റ്റ് ചെയ്യുന്നൊരു കാര്യം, ഈ ഒരു കാര്യം ചെയ്ത് കഴിഞ്ഞാൽ വാഹനം ഇതുപോലെ റേസ് ആയിട്ടുണ്ടെങ്കിൽ ഉടനെ ഓഫ് ആകും. പക്ഷേ ഇത് റേസ് ആകാൻ വിട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ടാകും. ചിലപ്പോൾ ഇഞ്ചക്ടർ കത്തിപ്പോയി കഴിഞ്ഞാൽ ഇഞ്ചക്ടർ മാറിയാൽ മതിയായിരിക്കും, അല്ലെങ്കിൽ കാലിബ്രേഷൻ ചെയ്താൽ മതിയായിരിക്കും. പക്ഷേ എൻജിൻ പണി വന്നു കഴിഞ്ഞാൽ എങ്ങനെയാണല്ലോ 1 ലക്ഷം രൂപയ്ക്ക് മേളിൽ നമ്മുടെ കയ്യിൽ നിന്ന് പോകുന്നതായിരിക്കും. അതൊരു വലിയ നഷ്ടമായിട്ട് തന്നെ നിങ്ങൾക്ക് ബാധിക്കുന്നതായിരിക്കും. അതുകൊണ്ട് ഒരു കാരണവശാലും അങ്ങനെ ചെയ്യാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്.